അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിൻ്റെ വീഡിയോയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇന്ന് അക്ഷയയിലൊക്കെ പോകണമായിരുന്നു, മസ്റ്ററിങ് ഉണ്ടായിരുന്നു കേട്ടോ. അനിയത്തിയും കൊണ്ടുപോകണമായിരുന്നു, അനിയത്തിയുടെ ആവശ്യത്തിനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 10:30 കഴിഞ്ഞു. അപ്പോൾ തലേന്ന് കഴുകിയിട്ട തുണികളാട്ടോ ഈ കിടക്കുന്നത്. മോളുടെയും ഞങ്ങളുടെയും ഒക്കെ ഉണ്ട്. എല്ലാം വാരി വെയിലത്തിട്ടേക്കാം കേട്ടോ. രാവിലെ തൊട്ട് നല്ല വെയിലുണ്ട്. ചുമ്മാ ഇങ്ങനെ ഒന്ന് വെട്ടം കണ്ടിട്ടങ്ങ് മാറുമൊന്നുമല്ല, നല്ല ചൂടുള്ള വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാ തുണികളും പറക്കി ഞാൻ വന്ന സമയത്ത് ഉമ്മച്ചി എല്ലാം പറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അശയിലിട്ടിട്ട് പോയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ അയ എന്ന് പറയുന്നതിന് അശ എന്ന് പറയാറുണ്ട് കേട്ടോ. ചില ആളുകൾ പണ്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ അശ എന്ന് പറയുന്നത് എന്തിനാണ്, അയ കേട്ടോ. അയയിൽ തുണിയൊക്കെ ഇട്ടിട്ടാണ് പോയതേ. വന്നപ്പോഴത്തേക്കും ഉമ്മ കുറേ വെയിലിങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും കസേരയൊക്കെ പറക്കി മുറ്റത്തിട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ തുണികൾ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. നമുക്ക് ഈ വെയിലിലൊക്കെ അല്ലേ ഈ മഴ സമയത്ത് ഉണക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ കുറേ വിറകുണ്ടായിരുന്നു. ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെ അനിയത്തി ആ വിറകെല്ലാം കൂടെയൊക്കെ ഒന്ന് പറക്കി മുറ്റത്ത് വെയിലുള്ള ഭാഗങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറേ തുണ്ടും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇച്ചിരി വെയിൽ കണ്ടിട്ട് മാറ്റി വെക്കാൻ. ഇച്ചിരി വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ അടുപ്പേരൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് കത്തിപ്പിടിക്കുമല്ലോ. അപ്പോൾ ആ വിറകല്ല നമ്മളൊക്കെ തലേന്ന് കീറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധമൊക്കെ കൊത്തിക്കീറി വെച്ചിട്ടുള്ളതാണ്. ഒന്ന് വെയിൽ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുപ്പിലേക്ക് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ കുടിച്ച് വിറക് ഇങ്ങനെ ഒന്നിനും നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വെയിലത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് വാപ്പ ആണെങ്കിൽ തലേന്ന് കുറച്ച് മീൻ കൊണ്ടുവന്നു കേട്ടോ. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, തോട്ടുമീനാണേ. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ വിചാരിച്ചു കറി വെക്കാനാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാനല്ല, ഇതിങ്ങനെ കിടക്കട്ടെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ടാങ്ക് ആ വീപ്പയിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതിൻ്റെ അകത്ത് കിടക്കുകയാണ് കേട്ടോ ആൾ. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും കറിയാക്കും, അത് വേറെ കാര്യം. അപ്പോൾ അതിന് കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊന്നും കഴിക്കൂലെന്ന് തോന്നുന്നു, എന്നാലും അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് അകത്തേക്ക് വന്നു. ഇനിയിപ്പോൾ അയലയാണ് കേട്ടോ അമ്മയും കിട്ടിയത്. അപ്പോൾ അതൊന്ന് കറി വെക്കണം. പിന്നെ കോവയ്ക്ക ഇട്ടിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കോവയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ മാവിലെല്ലാം കൂടെയൊക്കെ കോവലിങ്ങനെ പടർന്ന് അത്രയും ഉയരത്തിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവർക്കിങ്ങനെ പറിച്ചെടുക്കാനും കറി വെക്കാനും ഒന്നും പറ്റത്തില്ല. അങ്ങനെ എന്തായാലും അവർ മൂട് വെച്ച് വെട്ടി വലിച്ച് തറയിലിട്ട് കേട്ടോ. പന്തൽ പോലെ ഇങ്ങനെ മാവിനും പൊങ്ങിപ്പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്മാതിരി രീതിയിൽ ഇങ്ങനെ മേളിലൊക്കെ പടർന്ന് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വലിച്ചെടുത്ത് തറയിലിട്ടിട്ട് അതിൻ്റെ കുറച്ച് വള്ളി നമുക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു നട്ടുപിടിപ്പിക്കാനായിട്ട്. നാടൻ കോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ട് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഉമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. വന്നപ്പോഴത്തേക്കും ഒത്തിരി താമസിച്ചില്ലേ, അതുകൊണ്ട് 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വാപ്പാക്ക് ചോറും കൊടുക്കണം, ഇൻസുലിനൊക്കെ എടുക്കുന്നില്ലേ. അപ്പോൾ അത് മെഴുക്കുരട്ടിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇതങ്ങ് നല്ല വിളഞ്ഞു പോയിട്ടോ, കളർ അടിച്ചിട്ടുണ്ട്, പഴുത്തതിൻ്റെ കളറൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നാലും കോവയ്ക്ക നല്ല ടേസ്റ്റാണ് മെഴുക്കുരട്ടി ആക്കി കഴിഞ്ഞാൽ. തോരനേക്കാൾ എനിക്കിഷ്ടം മെഴുക്കുരട്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ, അത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉമ്മച്ചി അതിൽ അരിഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മീൻകറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അവിടെ കറണ്ടില്ല, ഞാൻ വന്ന സമയത്ത് ഇവിടെ കറണ്ടില്ല കേട്ടോ. പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നേ. ഇനിയിപ്പോൾ വൈകുന്നേരം കാണാൻ നോക്കിയാൽ മതി. പിന്നെ ഞാനാണെങ്കിൽ മീൻകറി വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണമായിരുന്നു. അപ്പോൾ കറണ്ട് വരുന്നത് വരെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ അരിഞ്ഞ് സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടാ. അപ്പോൾ ഞാനാണെങ്കിൽ ചട്ടി അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകും പച്ച ഉലുവയും കൂടെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചേട്ടോ. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നല്ലൊരു മണം വരും കേട്ടോ. പിന്നെ കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിക്ക് എരിവുണ്ടെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ അളവ് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒരാളെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അവരും കൂടി കണ്ടോട്ടെ നമ്മുടെ സ്റ്റൈലിലെ മീൻകറി. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ആ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ആ പച്ചമണം മാറുന്നത് വരെ. തീയൊക്കെ ഒരുപാട് കുറച്ചിട്ടിട്ടാണ് കേട്ടോ വാട്ടിയെടുത്തത്. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വിധത്തിൽ വരെ നമ്മൾ അടുപ്പയിൽ ഇട്ടിട്ട് വേവിക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ തക്കാളി
തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. തക്കാളി ആണെങ്കിലും ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പേസ്റ്റാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കുനുകുനാ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കൊടുത്തേട്ടാ. നല്ല വെന്ത് തക്കാളി ആ പേസ്റ്റ് ആണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല കൊഴുപ്പുമായിരിക്കും നമ്മുടെ കറിക്ക്. പിന്നെ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കറിയൊക്കെ ഒന്ന് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേക്ക് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീൻ കഷ്ണങ്ങളും കൂടെ അതിലേക്ക് പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ഇറക്കി മാറ്റേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെ അതേ കോവയ്ക്കൊക്കെ അരിഞ്ഞ് ഉമ്മച്ചി തന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണയും കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് കോവയ്ക്കയും കൂടെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സവോളയും 2 പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് മെഴുക്കുരട്ടി ആക്കി എടുക്കണം. കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. കാക്കയുടെ ശല്യം സഹിക്കാൻ വയ്യ കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ കുഴപ്പം. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നതേ എൻ്റെ സ്പെഷ്യൽ കേട്ടോ. ഇവിടെ വേറെ ആരും കഴിക്കത്തില്ല, ഞാനും അനിയത്തിയും കഴിക്കും. എന്താണെന്ന് വെച്ചാൽ ഉണക്ക കൊഞ്ച് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ അക്ഷയയിലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് 2 പാക്കറ്റ് ഉണക്ക കൊഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതിവിടെ കഴിക്കാത്ത മറ്റുള്ളവർ കഴിക്കാത്തതെന്ന് വെച്ചാൽ ഗ്യാസ് വായുശല്യം ഉണ്ട്, അതുകൊണ്ട് അവർക്ക് പറ്റത്തില്ല, വയറുവേദനയൊക്കെ എടുക്കും, അതുകൊണ്ട് കഴിക്കാത്തതാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടവുമാണിത്. അപ്പോൾ ഞാനാണെങ്കിൽ ഉണക്കക്കൊഞ്ചൊക്കെ ഒന്നെടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റോസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടാ. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കുറച്ച് ആഫ്രിക്കൻ മല്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിയൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. ഇതൊരു പ്രാവശ്യം ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്, പണ്ട് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്നുകൂടി കാണിക്കാവേ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് ഞാൻ ഇടുന്നില്ല കേട്ടോ. കടുക് ആവശ്യമുള്ളവർക്കിടാം, ഞാൻ ഇടുന്നില്ല. പിന്നെ അതിലേക്ക് മറന്നും പോയല്ലോ. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി സ്കിപ്പ് ചെയ്യരുത്. വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പടവലങ്ങ ഇട്ട് റോസ്റ്റ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഉണക്ക കൊഞ്ചിൽ പടവലങ്ങ നല്ല ഇതാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പടവലങ്ങയും കൂടെ അരിഞ്ഞ് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വാടി വരണേ. പിന്നെ ഇഞ്ചിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് വെളുത്തുള്ളി മാത്രമേ ഇട്ട് കൊടുത്തത്. നമ്മുടെ ആ കൊഞ്ചിൻ്റെയൊക്കെ ആ ഒരു കൊഞ്ചൊക്കെ കഴിക്കുമ്പോൾ ചിലവർക്ക് വയറുവേദനയും ഒക്കെ ഉണ്ടാകത്തില്ലേ, ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നമ്മുടെ ആ പടവലങ്ങയൊക്കെ ഒന്ന് വാടി കിട്ടണമല്ലോ. വെറുതെ പച്ചയ്ക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല, നമുക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ആ ഒന്ന് വാടി കുഴഞ്ഞ് വന്നെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാനാണേലേ കൊഞ്ച് ഞാൻ കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. കൊഞ്ചൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. തീരെ പൊടിക്കൊഞ്ചായതുകൊണ്ട് ഞാൻ അതിൻ്റെ തലയും വലൊന്നും നുള്ളേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയ കൊഞ്ചാണേ, പൊടിക്കൊഞ്ച്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒന്ന് കൊഞ്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട്, കാക്ക സമ്മതിക്കുന്നില്ല കേട്ടോ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള നമ്മുടെ ചിക്കൻ മസാല സ്കിപ്പ് ചെയ്യരുത്. ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വറ്റിച്ചങ്ങ് എടുത്താൽ മതി കേട്ടോ. റോസ്റ്റ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള ഉണക്ക കൊഞ്ച് റോസ്റ്റ് റെഡി ആട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താലും സൂപ്പറാണ്. ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല കേട്ടോ, എനിക്ക് മെനക്കെടാൻ വയ്യ, അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇടുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ വറ്റിച്ച് റോസ്റ്റ് ചെയ്ത് വെള്ളമൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് പുരട്ടിയെടുക്കുക, നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില ഉള്ളവർക്കിടാം. ഇവിടെ മല്ലിയിലയില്ല, ആഫ്രിക്കൻ മല്ലിയേ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ അതിട്ടില്ല. അത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ ഉണക്ക കൊഞ്ച് റോസ്റ്റും ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ആദ്യമായി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ.